ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശൻ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഞൊണ്ടി പോവുകയാണ്. ഈ സമയം രാഹുൽ വരിക. രാഹുൽ വന്ന് കാറ് നിർത്തിയിട്ട് എടാ പ്രകാശ എന്നും പറഞ്ഞ് വിളിക്കുക. അപ്പോൾ പ്രകാശൻ തിരിഞ്ഞു നോക്കുക. എന്താടാ രാഹുൽ, നീ എന്താടാ ഇവിടെ? നീ മീൻകടയിലെ ജോലിയൊക്കെ വിട്ടോ? ഇല്ലടാ, പറ്റുന്നില്ലടാ, ജോലി ചെയ്യാൻ തീരെ വയ്യ, നിന്ന് ചെയ്യണ്ടേ. അത് മാത്രമല്ല, കുറേ നേരം നിന്ന് കഴിയുമ്പോൾ കാലുവേദന കൂടുക, പിന്നെ പെട്ടെന്ന് പണിയെടുത്തില്ലെങ്കിൽ കടക്കാർ ചീത്ത പറയുമല്ലോ, അതുകൊണ്ട് ആ ജോലി അങ്ങ് വിട്ടടാ എന്നും പറയുക. അത് കേട്ടതും എടാ അപ്പം നീ ജീവിക്കാൻ എന്താ ചെയ്യുന്നേ? അമ്പലനടയിൽ പോയി ഭിക്ഷ എടുക്കും, രാവിലെ അമ്പലക്കുളത്തിലൊരു കുളി, അത് കഴിഞ്ഞാൽ അമ്പലം മുമ്പിൽ പോയി ഇരുന്ന് കഴിഞ്ഞാലേ എല്ലാവരും പൈസ തരും, അതുകൊണ്ട് ഭക്ഷണം കഴിക്കും, അത്രയേ ഉള്ളൂ. എടാ പ്രകാശ, ഇങ്ങനെ നടന്നാൽ മതിയോ? നിന്നെ ഈ അവസ്ഥയിലാക്കിയവരെ തകർക്കണ്ടേടാ. ഇനി ഞാൻ ഒന്നിനുമില്ലടാ, എന്നെ ഈ അവസ്ഥയിലാക്കിയതാരാ? എൻ്റെ അമ്മ. അങ്ങനെയുള്ളപ്പോൾ അവരോട് ഞാൻ എന്ത് പ്രതികാരം ചെയ്യാനാടാ എന്നും നമ്മുടെ പ്രകാശിൻ്റെ ചോദ്യം കേട്ട് രാഹുൽ എടാ നീ തന്നെയാണോ പ്രകാശ് ഈ പറയുന്നത്? അപ്പം നീ മാറാൻ തീരുമാനിച്ചോ? ഇല്ലടാ, പൈസ ഭിക്ഷയെടുത്ത് കിട്ടുന്ന പൈസ കൊണ്ട് എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം. ഓ, ജയിലിൽ കിടക്കുന്ന നിൻ്റെ മോനോ? മോനോ എനിക്കോ? എനിക്കങ്ങനെ ഒരു മോനില്ലടാ. അത് കേട്ടതും നീ എന്താടാ പ്രകാശ് ഇങ്ങനെ പറയുന്നേ? അവനെ ഞാൻ വളർത്തി ഒരുപാട് വഷളാക്കി, അവൻ രാജകുമാരനാകണമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഞാൻ രാജകുമാരനാണോയെന്ന് വിചാരിച്ചപ്പോൾ അവൻ കള്ളനും പിടിച്ചുപറിക്കാരനും പോക്കറ്റടിക്കാരനുമായി മാറി. അതിനുശേഷം കഞ്ചാവടി, മയക്കമരുന്ന് എല്ലാത്തിനും അടിമയാവുകയും ചെയ്തു. ഇപ്പോൾ ജയിലിൽ കിടക്കുക, തൂക്കുകയറും കാത്ത്. അങ്ങനെ ഒരു മകൻ എനിക്ക് എന്തിനാടാ? അത് മാത്രമല്ല, ആൺമക്കളാണ് നല്ലതെന്നും പറഞ്ഞ ഞാൻ ഇത്രയും നാൾ നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ അതല്ല സത്യം. പെൺമക്കളാടാ രാഹുലെ ശരി. അവരായിരുന്നു സ്നേഹിക്കേണ്ടിയിരുന്നത്, അവരെയായിരുന്നു നോക്കേണ്ടിയിരുന്നത്. അവരെ ഞാൻ സ്നേഹിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്കിന്നീ അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു എന്നും നമ്മുടെ പ്രകാശൻ. അത് കേട്ടതും ഓഹോ, നീ അപ്പം മാറാൻ തീരുമാനിച്ചോ? എടാ ഇത്രയും നാളും നീ അങ്ങനെയല്ലല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. എടാ ആണും പെണ്ണും ഒക്കെ കണക്ക് തന്നെയാടാ. എനിക്കുണ്ടല്ലോ ഒരു പെണ്ണ്, അവളുടെ സ്വഭാവം നിനക്കറിയാമല്ലോ. അത് കേട്ടതും അത് നിൻ്റെ കയ്യിലിരിപ്പുണ്ട്. നീ അവളെ വളർത്തി വഷളാക്കിയത് കൊണ്ടാണ് അവൾ അങ്ങനെ ആയിപ്പോയത്. ഒരു കാരണവശാൽ ഒരു പക്ഷേ നീ അവളെ നല്ല രീതിയിൽ വളർത്തിയിരുന്നെങ്കിൽ, നല്ല വഴികൾ കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ സരയും കല്യാണിയെപ്പോലെ നല്ലൊരു മകളായാനിരുന്നു. അത് കേട്ടതും ഓ, നിന്റെ തകർച്ചയ്ക്ക് കാരണക്കാരിയായ കല്യാണിയെ നീ ഇപ്പോൾ പുകഴ്ത്താൻ തുടങ്ങിയോ? ഒരിക്കലുമില്ല. അവൾ എൻ്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടേ ഇല്ല. എൻ്റെ തകർച്ചയ്ക്കും തളർച്ചയ്ക്കും കാരണം ഞാൻ സ്നേഹിച്ച, ഞാൻ തലയിൽ കൊണ്ട് നടന്ന, ഞാൻ രാജകുമാരനാക്കണമെന്ന് വിചാരിച്ച് സ്വപ്നം കണ്ട എൻ്റെ മകൻ തന്നെയാണ്, അല്ലാതെ വേറെ ആരുമല്ല എന്നും പറയാം. ഓ, അപ്പം നീ രണ്ടും കൽപ്പിച്ച് തന്നെയാണല്ലേ? അതേടാ, ഇനിയുള്ള കാലം സമാധാനത്തോടെ ജീവിക്കണം. ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് എൻ്റെ മക്കളുടെ മുൻപിൽ മാപ്പപേക്ഷിച്ച് സന്തോഷത്തോടെ ജീവിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. ഇത്രയും നാളും മകനെ മാത്രമേ ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ. ഇനി എൻ്റെ പെൺമക്കളെ സ്നേഹിക്കണം, അവരെ കൂടെ നിർത്തണം, അവരെ ചേർത്ത് പിടിക്കണം. മരിക്കുന്നതിന് മുമ്പ് എനിക്കതും കൂടെ ചെയ്യണം. എന്നിട്ട് സമാധാനത്തോടെ കണ്ണടയ്ക്കണം എന്നും പറയാം. ശരിയടാ, ശരി, നോക്കാം നീ എത്ര നാളിങ്ങനെ നടക്കുമെന്ന്. എന്നൊരു കാര്യം ചെയ്, നീയേ മനസ്സ് മാറണമെന്ന് തോന്നുമ്പോൾ എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഓടിയെത്തും കേട്ടോ. ഇല്ലടാ, ഇനിയൊരു വിളി നിൻ്റെ അടുത്തേക്ക് എൻ്റെ ഫോണിൽ നിന്നും വരില്ല. കാരണം ഞാൻ ഇനി മാറാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ പെൺമക്കളെ സ്നേഹിച്ച് നല്ല രീതിയിൽ ജീവിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ അവരെ കൊല്ലാനല്ല. ഇനി അവരെ കൊല്ലാനോ അവരെ ഒന്നും ചെയ്യാനോ ഞാൻ തയ്യാറാകില്ലടാ. കാരണം എനിക്ക് ദൈവം മനസ്സിലാക്കി തന്നു, ആണല്ല പെണ്ണാണ് ശരിയെന്ന്. ഒരു സത്യം ഞാൻ പറയട്ടെടാ, പെൺമക്കളെ ജനിപ്പിക്കുന്ന അച്ഛനമ്മമാരാ ഭാഗ്യം ചെയ്തവർ. ആൺമക്കളെ ജനിപ്പിക്കുന്ന അച്ഛനമ്മമാരുണ്ടല്ലോ, ഒരുപക്ഷെ നാശത്തിലേക്ക് പോകേണ്ടവരാ. ഒരിക്കലും നല്ലത് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അവർ ആൺമക്കൾക്ക് ജന്മം നൽകുന്നത്. എടാ അതൊക്കെ വെറും നിൻ്റെ തെറ്റിദ്ധാരണയാടാ. ഇല്ല രാഹുലെ, ഞാൻ പറഞ്ഞ സത്യ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ ഞൊണ്ടി പോവുക. ഷെടാ, ആ കല്യാണി തകർക്കാൻ ആകെ ഉണ്ടായിരുന്നൊരായുധം ഇവനായിരുന്നല്ലോ, അതും പോയി കിട്ടി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എന്നെങ്കിലും മനസ്സ് മാറി വരുമോ നോക്കാം എന്നും ആലോചിച്ചുകൊണ്ട് രാഹുൽ ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ബാലണ്ണനെയാണ്. ബാലണ്ണൻ്റെ അടുത്തേക്ക് പ്രകാശൻ ഞൊണ്ടി ചെല്ലുക. എടാ നീ അപ്പോഴേക്കും ഇങ്ങോട്ട് എത്തിയോ? ഞാൻ കാർത്തിക മോളുടെ ഡ്രൈവറായിട്ട് പോകാൻ ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ, അപ്പോഴത്തേക്കും നീ ഇങ്ങ് വന്നോ എന്നും ചോദിക്കുകയാണ്. സന്തോഷമായി ബാലണ്ണ, സന്തോഷമായി. നിങ്ങൾക്കെങ്കിലും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയല്ലോ. ഞാനിപ്പോൾ വന്നത് എനിക്കെൻ്റെ മോളെ ഒന്ന് കാണണം ബാലണ്ണ. മോളെയോ? ഏത് മോളെ? എൻ്റെ കല്യാണി മോളെ. അത് കേട്ടതും നമ്മുടെ ബാലണ്ണനിരുന്ന് പൊട്ടിച്ചിരിക്കുക.
എടാ നിനക്കെന്താ വട്ടായോ എന്നും ചോദിക്കുക. ഇല്ല ബാലണ്ണ, ഞാൻ പറയുന്നത് സത്യ. ബാലണ്ണ, ഞാനൊരു സത്യം പറയട്ടെ. സത്യം പറഞ്ഞ ആൺമക്കളെ പ്രസവിക്കുന്ന അച്ഛനമ്മമാർ പാവികളാ, പെൺമക്കളെ പ്രസവിക്കുന്നവരാ പുണ്യം ചെയ്തവർ. അങ്ങനെയൊന്നും ഇല്ലടാ. ജനിക്കുന്ന മക്കൾ ആണായാലും പെണ്ണായാലും അവരെ വളർത്തുന്നതിലാണ് കാര്യം. നീ അവനെ നന്നായിട്ട് വളർത്തിയില്ല, അതുകൊണ്ട് അവൻ അങ്ങനെയായി. പക്ഷേ നീ നിൻ്റെ പെൺമക്കളെ നല്ല രീതിയിൽ പോലും വളർത്തിയില്ല, ദേ ചീത്ത രീതിയിലും വളർത്തിയില്ല, അവരെ ഒഴിവാക്കി. അതുകൊണ്ട് അവർ നല്ല നിലയിലായി. എന്തായാലും ദേ നമ്മുടെ വളർത്താടാ അവരെ നല്ലതാക്കുന്നതും ചീത്തയാക്കുന്നതും എന്നൊക്കെ ബാലണ്ണൻ പറയുക. എല്ലാ തെറ്റുകളും എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എല്ലാം ഞാൻ മനസ്സിലാക്കി ബാലണ്ണ. ഇനിയൊരു ജീവിതം ഉണ്ടെങ്കിൽ ഞാൻ നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിച്ചു. എനിക്കിനി ഒന്നേ ഉള്ളൂ, എൻ്റെ മക്കളെയൊക്കെ സ്നേഹിക്കണം. ഞാൻ വെറുത്തൊതുക്കി നിർത്തിയ എൻ്റെ കാർത്തിക മോളെയും കല്യാണി മോളെയും സ്നേഹിക്കണം. ഏറ്റവും കൂടുതൽ ഞാൻ വേദനിപ്പിച്ചത് കല്യാണി മോളെയാണ്. അവളോട് എനിക്ക് ക്ഷമ ചോദിക്കണം, എനിക്കവളെ കാണണം. നീ എന്താടാ തമാശ പറയുവാണോ? നീയേ ഒരിക്കലും മാറാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം പ്രകാശ. നീ മാറത്തുമില്ല. നിൻ്റെ ഈ മാറ്റം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കല്യാണി മോളെ സ്നേഹാഭിനയിച്ച് അവിടെ ചെന്ന് എന്തെങ്കിലും ചെയ്യാനായിരിക്കും നിൻ്റെ ഉദ്ദേശം. അയ്യോ ഇല്ലണ്ണ, ഞാനൊന്നും ചെയ്യില്ലണ്ണ. കല്യാണി മോളെ ഞാനൊന്നും ചെയ്യില്ല. അവളോട് എനിക്കിപ്പോൾ ഒരു ദേഷ്യവും ഇല്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. ചെയ്ത തെറ്റുകളെക്കുറിച്ചുള്ള കുറ്റബോധം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളപ്പോൾ എനിക്കവളെ ഇല്ലാതാക്കാൻ പറ്റുമോ ബാലണ്ണ എന്നും ചോദിക്കുക. നീ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും. കൊല്ലാൻ വേണ്ടി ഏതറ്റം വരെ താഴാനും മടിക്കാത്തവനാ നീ പ്രകാശ. നിന്നെ എനിക്ക് കുറേ അറിയാമല്ലോ, അതുകൊണ്ട് നിന്നെ ഞാൻ കണ്ണുടച്ച് വിശ്വസിക്കില്ല ബാലണ്ണ. നിങ്ങൾ എന്നെ വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ പറയുന്നത് സത്യം. എനിക്കിനി എൻ്റെ പെൺമക്കളെ വെറുക്കാൻ കഴിയില്ല, അവരെ അപകടപ്പെടുത്താൻ എനിക്ക് പറ്റില്ല. എനിക്കെന്നും താങ്ങായിട്ട് നിൽക്കാൻ പോകുന്നത് എൻ്റെ പെൺമക്കളാണ്. ഇനി അങ്ങനെ ഒരു ഇതുണ്ടാവില്ല പ്രകാശ. വൈകിപ്പോയി, നീ എല്ലാം മനസ്സിലാക്കാൻ വൈകിപ്പോയി. നിൻ്റെ പെൺമക്കളെ നീ നേരത്തെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇന്ന് നിനക്ക് ഈ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. എടാ പ്രകാശ, ഇന്ന് ഞാൻ പോലും നിന്നെ വിശ്വസിക്കുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? എനിക്ക് നിന്നെ പേടിയാ. നീ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴും തീരുമാനിക്കുമ്പോഴും ചിലപ്പോൾ നീ ആ കൊച്ചിനെ കൊല്ലാൻ പോലും മടിക്കില്ല. അതുകൊണ്ട് ഞാനിതിന് കൂട്ടു നിൽക്കില്ല. കല്യാണിയെ കാണുക വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലണ്ണൻ പ്രകാശിനെ ആട്ടിപ്പായിക്കുക. ഈ സമയം ഒരു മൂലക്ക് മാറിയിരുന്ന് പ്രകാശൻ പൊട്ടി പൊട്ടി കരയുക. അപ്പോൾ ബാലണ്ണൻ പ്രകാശിൻ്റെ അടുത്ത് വന്നിരുന്നു. എടാ നീ എന്തിനാടെ ഇങ്ങനെ കരയുന്നേ? നിനക്ക് പൈസ വേണമെങ്കിൽ ഞാൻ തരാം, വിശക്കുന്നുണ്ടോ? പൈസയൊന്നും വേണ്ട ബാലണ്ണ. പൈസയൊക്കെ ആവശ്യം പോലെ ഭിക്ഷ എടുക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അതിൽ കുറച്ചൊക്കെ ഭക്ഷണം കഴിക്കും, പിന്നെ കുറച്ചൊക്കെ അമ്പലത്തിൽ കൊണ്ടിടും. അങ്ങനെയൊക്കെ ജീവിതം മുന്നോട്ട് പോകുന്നത്. പൈസയ്ക്കൊന്നും എനിക്ക് ആവശ്യമില്ല ബാലണ്ണ. പൈസ വേണമെങ്കിൽ ഞാൻ ഭിക്ഷ എടുത്തോളാം, തരും. ഭിക്ഷ തരാൻ വരുന്നവർ പൈസ തരും. കാരണം ഞാൻ മുടന്തനല്ലേ, വികലാംഗനല്ലേ. അതുകൊണ്ട് സഹതാപം തോന്നിയ ആൾക്കാർ കാശ് തരും ബാലണ്ണ. എനിക്ക് പൈസയൊന്നും വേണ്ട. എൻ്റെ മകളെ എനിക്കൊന്ന് കാണണം ബാലണ്ണ. അത്രയേ ഉള്ളൂ ബാലണ്ണ എൻ്റെ മനസ്സിലെ ആഗ്രഹം. കാരണം ആ കൊച്ചിനോട് ഞാൻ ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട്. തൊഴുത്തിലിട്ടു, അവളെ ഒരുപാട് വേദനിപ്പിച്ചു. എന്തൊക്കെ ദ്രോഹങ്ങളാണ് ഞാൻ അവളോട് ചെയ്തിട്ടുള്ളത് എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശം പൊട്ടിക്കറിയുക. ബാലണ്ണൻ അറിയോ ഞാനേ എൻ്റെ ഹൃദയത്തിൽ എന്താ കൊണ്ടു നടക്കുന്നതെന്ന്? അത് കേട്ടതും എന്താ നീ കൊണ്ടു നടക്കുന്നേ? കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് തൻ്റെ പേഴ്സ് പോക്കറ്റിൽ നിന്നും എടുത്ത് അതിൽ നിന്നും കല്യാണിയുടെ ഫോട്ടോ എടുത്ത് ബാലണ്ണൻ്റെ നേരെ ചൂണ്ടിക്കാണിക്കുക. ദേ കണ്ടോ, എൻ്റെ കല്യാണി മോള് ഇവളെയാ ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്നേ. ഈ കണക്കിനാണ് നിൻ്റെ പോക്കെങ്കിൽ നീ പോകേണ്ടത് കല്യാണി മോളുടെ അടുത്തേക്കല്ല, ഭ്രാന്താശുപത്രിയിലേക്കാ. എടാ ഒരു കാര്യം ഞാൻ പറയാം, എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി. നിനക്ക് ഭ്രാന്തായി, അതുകൊണ്ട് നേരെ അങ്ങോട്ട് പോയിക്കോ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ബാലണ്ണ, ഞാൻ എൻ്റെ മോളെ കാണും. എനിക്കവളെ കാണണം, അവളോട് സംസാരിക്കണം. ഇല്ലെങ്കിൽ ഞാൻ ചെയ്ത തെറ്റിനൊന്നും എനിക്ക് പ്രായശ്ചിത്തം ഉണ്ടാവില്ല ബാലണ്ണ, പ്രായശ്ചിത്തം ഉണ്ടാവില്ല എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ അവിടെ നിന്നും ഞൊണ്ടി നടന്നു പോവുക. ഈ സമയം ബാലണ്ണൻ, ഇവനിതെന്താ പറ്റിയേ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. മനുഷ്യർ മാറും, ഇങ്ങനെ മാറുമോ? വിശ്വസിക്കാൻ പറ്റില്ല. 10-25 കൊല്ലം കൂടെ നടന്നതല്ലേ ഞാൻ. ഇവനെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. ചിലപ്പോൾ ചിരിച്ച് കാണിച്ച് കാല് പിടിച്ച് കാലേ വാരി നിലത്തടിക്കുന്ന സ്വഭാവമാണ്. അതുകൊണ്ട് ഇവനെ വിശ്വസിക്കാൻ പറ്റില്ല. ഇവനെ വിശ്വസിച്ച് ഞാൻ കല്യാണി മോളോടൊന്നും പറയത്തുമില്ല എന്നും ആലോചിച്ചുകൊണ്ട് ബാലണ്ണൻ ഇങ്ങനെ നിൽക്കുക. ഈ സമയം നമ്മുടെ പ്രകാശൻ ഞൊണ്ടി എത്തിയത് കല്യാണിയുടെയും കിരണിൻ്റെയും ഓഫീസിന് മുൻപിലാണ്. അവിടെ എത്തിയതും നമ്മുടെ പ്രകാശൻ ഞൊണ്ടി പോകുന്നുണ്ട്. സെക്യൂരിറ്റി, അതെ ഒന്ന് നിന്നേ. അപ്പോൾ പ്രകാശൻ അവിടെ നിന്നു. എങ്ങോട്ടാണ് പോകുന്നത്? എനിക്ക് എൻ്റെ മോളെ കാണണം. മോളോ? ഏത് മോള്? തനിക്കൊരു മോൾ ഇവിടെ ഇല്ല, തൻ്റെ മോൾ ഇവിടെ ഇല്ലല്ലോ. എൻ്റെ മോള്, എൻ്റെ കല്യാണി മോള്, തനിക്കെല്ലാം അറിയാമല്ലോ. ആ മോള് പറയുക ആ മോക്ക് അച്ഛനില്ലാന്ന്.
അങ്ങനെയുള്ളപ്പോൾ താൻ എങ്ങനെയാടോ മാഡത്തിൻ്റെ അച്ഛനാവുന്നേ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, താൻ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ? ഇറങ്ങ മര്യാദയ്ക്ക് ഇറങ്ങ. ഞാനൊന്ന് കണ്ടോട്ടെ, എൻ്റെ മോളെ ഒന്ന് കണ്ടിട്ട് പോയിക്കോട്ടെ പ്ലീസ് എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശം കെഞ്ചുക. തന്നെ അങ്ങോട്ട് കയറ്റി വിടരുതെന്നാണ് മാഡം പറഞ്ഞിരിക്കുന്നത്. മാഡത്തിന് അച്ഛനും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോൾ തന്നെ ഞാൻ കയറ്റി വിട്ടാൽ എൻ്റെ ജോലി പോവും. അത് കേട്ടതും പ്ലീസ് ചേട്ടാ, ഞാൻ എൻ്റെ മോളെ ഒന്ന് കണ്ടോട്ടെ. ഞാൻ ഒരുപാട് തെറ്റുകൾ അവളോട് ചെയ്തിട്ടുണ്ട്. എനിക്ക് അവളെ ഒന്ന് കാണണം ചേട്ടാ, പ്ലീസ് ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശം കരയുക. അത് കണ്ടതും സെക്യൂരിറ്റിക്ക് സങ്കടം വന്നു. ശരി ഞാൻ പോയി മാഡത്തിനോട് ചോദിച്ചിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് സെക്യൂരിറ്റി അകത്തേക്ക് ചെല്ലും. ഈ സമയം കിരൺ പറയാം, നീ എന്തായാലും ഇൻറ്റീരിയർ നല്ല മിടുക്കിയായിട്ട് ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു, നന്നായിട്ടുണ്ട് കല്യാണി എന്നൊക്കെ പറഞ്ഞിരിക്കും. സെക്യൂരിറ്റി സാറേ എന്താടോ? അതെ സാറേ, ദേ മാഡത്തിൻ്റെ അച്ഛൻ പുറത്തു വന്ന് നിൽപ്പുണ്ട്, മാഡത്തിനെ കാണണമെന്നാണ് പറയുന്നത്. എൻ്റെ അച്ഛനോ? സോറി, വിക്രത്തിൻ്റെ അച്ഛൻ. എന്തിനാ അയാൾ എന്നെ കാണണമെന്ന് പറഞ്ഞു നിൽക്കുന്നത്? അറിയില്ല, ഞാൻ കുറേ പറഞ്ഞിട്ടും പോകുന്നില്ല. എനിക്ക് അയാളൊന്നും കണ്ട, അയാളെ പറഞ്ഞു വിട് എന്നും കല്യാണി. അത് കേട്ടതും മാഡം ഞാനത് പറഞ്ഞപ്പോൾ അയാൾ പറയാ പോകില്ല എന്ന്. പറഞ്ഞു വിട്ടാലും പോകില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും മാഡം പുറത്തിറങ്ങുമ്പോൾ കണ്ടേച്ചേ പോകുള്ളൂ എന്നും പറഞ്ഞ് പുറത്ത് തന്നെ നിൽക്കുമെന്നാണ് പറയുന്നത്. അത് കേട്ടതും ഇയാളെന്തിനിപ്പോൾ എന്നെ കാണാൻ വന്നേ? അപ്പോൾ കിരൺ, അതേ കല്യാണി, അയാളുടെ മനസ്സിലെന്തായാലും ദുരൂഹത ഉണ്ടാവും. ദേ കണ്ണുടച്ച് വിശ്വസിക്കരുത്. കാണണമെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണുടച്ച് വിശ്വസിച്ച് അകത്ത് കയറ്റും. അങ്ങനെ നമ്മളെന്തായാലും ചെയ്യാനായിരിക്കും അയാളുടെ ഉദ്ദേശം. വിശ്വസിക്കാൻ പാടില്ല കല്യാണി എന്നൊക്കെ പറയുക. അത് കേട്ടതും നമ്മുടെ കല്യാണി സെക്യൂരിറ്റിയോട്, വേണ്ട, അയാളെ എനിക്ക് കാണണ്ട, അയാളോട് പോയിക്കോളാൻ പറ. ഇനി അയാളെ പുറത്തു നിൽക്കാനാണ് തീരുമാനമെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും വഴി അയാളെ കാണാതെ പോകും എന്നും കല്യാണി. അത് കേട്ടതും കിരണിൻ്റെ മനസ്സിലൊരു ഐഡിയ, കല്യാണി ഇനിയിപ്പോൾ അയാളെ പറഞ്ഞു വിടണ്ട, അയാൾ വന്നതല്ലേ, എന്തിനാ വന്നതെന്നറിയണമല്ലോ, അതുകൊണ്ട് അയാൾ അകത്തേക്ക് വരാൻ പറയട്ടെ. വേണ്ട കിരണേട്ടാ, അയാളെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ സമനില തെറ്റും. അത് കേട്ടതും സാരമില്ല കല്യാണി, എന്തിനാ അയാൾ വന്നതെന്ന് നമുക്കറിയാമല്ലോ, അയാളുടെ തകർച്ചയല്ലേ നമ്മുടെ ലക്ഷ്യം. തകർന്ന് തരിപ്പണമായി വേറൊരു വഴിയില്ലാതായപ്പോൾ നേരെ ഇങ്ങ് വന്നതായിരിക്കും. അതുകൊണ്ട് എനിക്ക് സന്തോഷമാണ്. അയാളുടെ ആ നിപ്പും അയാളുടെ ആ നിസ്സഹായ അവസ്ഥയൊക്കെ കാണണ്ടേ നമുക്ക്. അതുകൊണ്ട് അയാൾ കയറി വരട്ടെ. ചേട്ടൻ വരാൻ പറ. ശരി സാറേ എന്നും പറഞ്ഞുകൊണ്ട് സെക്യൂരിറ്റി പുറത്തേക്ക് പോവുക. പക്ഷെ കിരണേട്ട, എനിക്ക് അയാളെ കാണുമ്പോൾ കലി കയറും. അയാൾ ഒരു ആത്മാർത്ഥത ഇല്ലാത്ത അച്ഛനാ. എത്രയൊക്കെ മാറാനുള്ള അവസരം അയാൾക്ക് കൊടുത്തിട്ടും മാറാത്ത ആളാ. അങ്ങനെയുള്ളപ്പോൾ അയാളെ കണ്ണുടച്ച് വിശ്വസിക്കരുത്. നോക്ക കല്യാണി, അയാളെന്തിനാ വന്നതെന്നറിയാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ നിൽക്കും. ഈ സമയം പുറത്തെ സെക്യൂരിറ്റി, അതേ തന്നെ മാഡം അകത്തേക്ക് കയറ്റിവിടാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ കടമ ചെയ്യണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശിനെ മൊത്തത്തിൽ അങ്ങ് ചെക്ക് ചെയ്യുക. പ്രകാശിൻ്റെ കയ്യിലൊന്നുമില്ല. തൻ്റെ ആ സ്റ്റിക്ക് ഇവിടെ തന്നിട്ട് പോ. അത് കേട്ടതും, അയ്യോ ഈ സ്റ്റിക്കില്ലാതെ എനിക്ക് നടക്കാൻ പറ്റില്ല ചേട്ടാ. അത് കേട്ടതും, തന്നെ വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോൾ താനേ എന്തെങ്കിലും ഒരു എയർ ബോംബ് കൊണ്ട് അങ്ങോട്ട് എറിഞ്ഞ് മകളെ കൊല്ലും, അല്ലെങ്കിൽ ഈ സ്റ്റിക്ക് കൊണ്ട് മോളുടെ തലയ്ക്കടിച്ചു കൊല്ലും. അതിനു വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അതിന് ഞാൻ പണ്ടത്തെ പ്രകാശനല്ല ചേട്ടാ. ഞാനിപ്പോൾ ഒരുപാട് മാറി. എനിക്കിപ്പോൾ ഒന്നുമില്ല, ഒന്നും നോക്കാനില്ല. ആകെ മൊത്തം ഒരേ ഒരു ആഗ്രഹമുള്ളൂ, എൻ്റെ പെൺമക്കളെ, ഞാൻ വെറുത്തൊതുക്കിയ എൻ്റെ പെൺമക്കളെ എനിക്ക് സ്നേഹിക്കണം, അവരോട് പ്രായശ്ചിത്തം ചെയ്യണം, അത്രമാത്രം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശൻ നേരെ അങ്ങ് പോവുക, അകത്തേക്ക് കയറി. ഈ സമയം സെക്യൂരിറ്റി എന്താവോ എന്തോ എന്നും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ നമ്മുടെ കിരണും കല്യാണി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രകാശൻ അകത്തേക്ക് ചെന്നതും കിരണും കല്യാണിയും പ്രകാശനെ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പ്രകാശൻ, മോളെ എന്നും പറഞ്ഞ് വിളിക്കുക. മോളോ? ആരുടെ മോള്? താനെന്തിനിപ്പോൾ ഇങ്ങോട്ട് വന്നേ എന്നും കല്യാണി. അത് കേട്ടതും, മോളെ ഒന്ന് കാണാനാണ് ഞാൻ വന്നത്. വിശ്വസിക്കരുത് കല്യാണി, ഇതൊക്കെ ഇയാളുടെ അടവാ, പഠിച്ച കളനെ ഇയാൾ എന്തിനാ വന്നതെന്ന് നമുക്കറിയില്ലേ. നമ്മളെ തീർക്കാൻ, ശത്രുക്കളെ കൊല്ലാൻ ഭൂമിയോളം താഴും. വിശ്വസിക്കാൻ പറ്റില്ല. തനിക്ക് എന്താ വേണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാശ് വേണമായിരിക്കും. താനെന്തിനാ കാദംബരി ചേച്ചിയുടെ വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയത്? അത് കേട്ടത്, മോഷ്ടിക്കാനോ? ഞാനോ? ചേച്ചി എന്നെ വിളിച്ചെല്ലാം പറഞ്ഞായിരുന്നു. തനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ അടുക്കളയിലേക്കല്ലേ ചേച്ചി പോയത്. ആ സമയത്ത് നിങ്ങളെന്തിനാ അവരുടെ ബെഡ്റൂമിൽ കയറിയത്? അതിന് വ്യക്തമായ കാരണമുണ്ട് മോളെ. ഞാൻ മോഷ്ടിക്കാൻ കയറിയതൊന്നുമല്ല. പൈസ വേണമെങ്കിൽ തരാമായിരുന്നല്ലോ, പക്ഷെ ഇങ്ങനെ മോഷ്ടിക്കണ്ടായിരുന്നു. കാദംബരി ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കിട്ടാതായപ്പോൾ ഇങ്ങോട്ട് വന്നതാ കാശിന് വേണ്ടി. എനിക്ക് കാശിൻ്റെ ഒന്നും ആവശ്യമില്ല മോളെ. കാശൊക്കെ ആവശ്യത്തിന് ഭിക്ഷ എടുക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അതിൽ തികയാതെ വന്നാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ ഹോട്ടലിൽ നിന്ന് മിച്ചമാവുന്ന ഭക്ഷണം പുറത്ത് കളയുമല്ലോ, അതൊക്കെ പോയി വാരി കഴിക്കും. ശീലമായി. ഞാനതൊക്കെ ഒരുപാട് അർഹിക്കുന്നുണ്ട്. കാരണം ഞാൻ എൻ്റെ മക്കളെ ഒരുപാട് വേദനിപ്പിച്ചു. എൻ്റെ പെൺമക്കളെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചു. മോളെ ഞാൻ തൊഴുത്തിലിട്ടു. എന്തൊക്കെ കുറ്റമാണ് ഞാൻ ചെയ്തത്. ഇതൊന്നും പൊറുക്കാൻ പോലും പറ്റാത്ത കുറ്റമാണ് മോളെ.
പക്ഷേ എന്നോട് ക്ഷമിക്കണമെന്ന് പറയാനാണ് ഞാൻ വന്നത്. ഈ അച്ഛനൊരു അവസരം തരണമെന്ന് പറയാനാണ് ഞാൻ വന്നത്. നടക്കില്ല, ഒരിക്കലും നടക്കില്ല. നിങ്ങളെ എനിക്ക് വിശ്വാസമില്ല. നിങ്ങളെൻ്റെ അച്ഛനുമല്ല. നിങ്ങൾക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ, വിക്രം. അവനെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ മതി. ഇല്ല മോളെ, ആണല്ല പെണ്ണാണ് ശരിയെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയുള്ളപ്പോൾ എൻ്റെ മോള്, എൻ്റെ പൊന്നു മോളെ നിങ്ങളോടൊപ്പം സന്തോഷമായിട്ട് ഒരു ദിവസമെങ്കിലും എനിക്ക് കഴിയണം. അതിനു വേണ്ടിയാണ് ഞാൻ വന്നത്. നടക്കില്ല. മോളങ്ങനെ പറയരുത്. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊയ്ക്കോ. എനിക്ക് നിങ്ങളെ കാണണ്ട എന്നും കല്യാണി. അത് കേട്ടതും പ്രകാശൻ, മോളെന്നെ എത്ര ആട്ടിപ്പയച്ചാലും ഞാനിവിടേക്കൊക്കെ വരും. ഇനിയും മോളെ കാണും. മോളെ കണ്ടുകൊണ്ടേയിരിക്കും. എനിക്കെൻ്റെ മോളെ കാണണം. കാണാതിരിക്കാൻ പറ്റില്ല മോളെ. അത്രയ്ക്ക് ഇഷ്ടമാണ് എൻ്റെ മോളെ, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് എന്ന് പറയുമ്പോഴത്തേക്കും ഇരുന്നോടത്തുനിന്ന് കല്യാണി ടേബിളിൽ ഒരു ഒറ്റ അടി അടിച്ചിട്ട് ചാടി എഴുന്നേറ്റു. അത് ഈ ജന്മം നടക്കില്ല. ഇനി എന്നെ കാണാൻ നിങ്ങളിങ്ങോട്ട് വരണ്ട. എനിക്ക് നിങ്ങളെപ്പോലെ ഒരു അച്ഛനുമില്ല. ഇറങ്ങിപ്പോടോ. അത് കേട്ടതും പ്രകാശൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കല്യാണിയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അതെ, താനിത് അർഹിക്കുന്നു എന്ന് പ്രകാശന് നന്നായിട്ടറിയാം. പക്ഷേ എന്നാലും സഹിക്കാൻ പറ്റാതെ പ്രകാശൻ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് അവിടെ നിൽക്കുക. കല്യാണിയുടെ മനസ്സ് എവിടേക്കോ ഒന്ന് ഇടറുന്നുണ്ട്. ഇനി എന്താ നടക്കുമെന്ന് അറിയണമെങ്കിൽ നാളത്തെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.